ഹായ് ചങ്കകളെ, എല്ലാവർക്കും മേഫിൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും എന്തിനേറെ നെച്ചോറിൻ്റെ കൂടെയും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നമ്മളെല്ലാവരും അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന പരിപ്പ് കറിയുണ്ടല്ലോ. വളരെ ടേസ്റ്റിയിലും സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ നമ്മൾ ഈ ചാനൽ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റ് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ആ പരിപ്പ് കറി സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ഇതൊരു ഈസി പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ ഒരു പ്രഷർ കുക്കറും അതുപോലെ തന്നെ കടുക് താളിക്കാൻ ഒരു ഫ്രൈ പാനും ആവശ്യമുള്ളൂ. പരിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് തുവരപ്പരിപ്പ് അഥവാ തുവർ ദാൾ. ഒരേ സമയം അത്യാവശ്യം 4 പേർക്ക് കഴിക്കാവുന്ന 1 കപ്പ്, അതായത് 200 ഗ്രാം അളന്നെടുത്ത് 3-4 വെള്ളം നല്ലപോലെ കഴുകിയെടുത്തതാണ്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷണങ്ങളാക്കി മുറിച്ചത്, 3 പച്ചമുളക് നടുവേ കീറിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ, വെള്ളം 3 കപ്പ്. ഏത് കപ്പിനാണോ പരിപ്പളന്നത് അതേ കപ്പിന് പരിപ്പിൻ്റെ 3 ഇരട്ടി വെള്ളം അളന്നൊഴിക്കുക. ഇത്രയും സാധനങ്ങൾ ചേർത്ത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ആദ്യത്തെ പിസിൽ വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീടുള്ള 2 പിസിൽ വരുന്നത് വരെ തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 3 പിസിലും വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കർ തുറക്കാതെ കുറഞ്ഞത് 15-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളിയും 4 വറ്റൽ മുളകും 1/4 കപ്പ് തേങ്ങയും 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ച്ചതിന് ശേഷം അങ്ങനെ പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി താളിച്ച് ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനായി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ 6 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. 1-2 മിനിറ്റ് ഇളക്കി ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ മൂത്ത് കിട്ടിയാൽ 4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടെ ചേർത്ത് തുടർച്ചയായി 1-2 മിനിറ്റ് ഇളക്കിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. തേങ്ങയുടെ കളറൊക്കെ ഇതുപോലെ ആയി വരുന്ന സമയത്ത് 1 തണ്ട് കരിവേപ്പിലയും 1 നുള്ളു മല്ലിയിലയും കൂടെ ചേർത്ത് 30 സെക്കൻഡ് മാത്രം ഇളക്കിയെടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കുക. ഇത് ചേർത്ത ഉടനെ ഇളക്കരുത്, ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. കുറഞ്ഞത് 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം അടപ്പ് തുറന്ന് എല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈസി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആയിരിക്കണം ഈ കറിയിൽ അല്പം മുന്നിൽ നിൽക്കേണ്ടത്. ചോറിനും ചപ്പാത്തിക്കും നെച്ചോറിനും ചെറു ചൂടോടെ തന്നെ വിളമ്പാവുന്നതാണ്.
ഇതാ നോക്കിയേ, കാണാനെന്ത് മനോഹരമെന്ന്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാമനാണ്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാറുണ്ട്. എന്നാൽ ഒരു തവണ ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇതുപോലെ തയ്യാറാക്കിയാൽ ഇനി ആരും പരിപ്പ് കറി മാറ്റി വയ്ക്കില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുതേ. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ. ബായ് ബായ്.